ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വാട്സപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്കാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവുകയില്ല. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചക്കക്കുരു ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു 15-20 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചക്കക്കുരൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ചക്കക്കുരൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേവിച്ചതിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ ബ്രൗൺ പാർട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അതിൽ അത്യാവശ്യം അത് കഴിക്കുന്നത് നല്ലതാണ്, നല്ല വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ചക്കക്കുരു എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 15-20 എണ്ണമൊക്കെ മതിയാവും. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാല് നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൽ മധുരമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചക്കക്കുരു കൂടിപ്പോവരുത്. ചക്കക്കുരു കൂടിപ്പോയാൽ ചക്കക്കുരുവിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ബൂസ്റ്റ് പൊടി മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.